ഇന്ന് അത്താഴത്തിന് കറി മുട്ടക്കറിയാണ്. അപ്പോൾ സവാളയും പച്ചമുളകും തക്കാളിയൊക്കെ അരിഞ്ഞ് മുട്ടക്കറി വയ്ക്കാൻ പോകണം. സവാളയും പച്ചമുളകും തക്കാളിയും അരിഞ്ഞു വെച്ചു. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് അത് ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ബേ ലീഫും കടുകും ജീരകവും ഗ്രാമ്പൂ കറുകപ്പട്ട ഇത് കുറേശ്ശെ എടുത്ത്, ഇത് ഞാൻ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ ഹിന്ദിക്കാർ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കറി വയ്ക്കുമ്പോൾ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നാട്ടിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഇതിട്ട് ആദ്യം അതിനുശേഷം അരിഞ്ഞു വെച്ച സവാള ഇടാൻ പോണ്. ഇതിലോട്ട് നമ്മൾ ഉപ്പിടണം കേട്ടോ. കുറച്ചിട്ടാതെ ബാക്കി നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ടാം. നന്നായി ഇളക്കി വെച്ചതിന് ശേഷം തീ അല്പം കുറച്ച് മൂടി വയ്ക്കുക. സവാള നന്നായിട്ട് ഇരുന്ന് വേണം, എന്നാലേ മുട്ടക്കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സവാള ഏതാണ്ട് ഈ പരുവാകുമ്പോൾ നമുക്ക് തക്കാളിയും പച്ചമുളകും ഇടാം. വീണ്ടും മൂടി വയ്ക്കാം. ഇത് നല്ല വലിപ്പമുള്ള മുട്ട കേട്ടോ. ദോശ അത് വീഡിയോ മനസ്സിലാവും. തക്കാളിയും സവോള ഏതാണ്ട് ഈ പരുവാകുമ്പോൾ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടായില്ല. ഇത് അന്വേഷിച്ച് ചുമ്മാ കളിക്കുന്നതല്ല, ഹോളിഡേ ഹോംവർക്ക് ചെയ്യുന്നതാണ്. കഴിയാറായിടി ആണോ? ചേച്ചിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അനിയത്തിരിക്കുന്നുണ്ട്. കുറച്ച് മല്ലിപ്പൊടി ഇടാം. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി, പിന്നെ അല്പം മഞ്ഞൾപ്പൊടി. പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ മസാല എല്ലാം ഇട്ടതിന് ശേഷം തീ നന്നായി കുറച്ച് വേവിക്കണം. മസാല നന്നായിട്ട് വേവിക്കണം. അതിനുശേഷം നമ്മൾ തിളച്ച വെള്ളം, അതായത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ്, ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെ. നമ്മൾ അല്പമായിട്ട് ഒഴിച്ചു കൊടുക്കണേ, ഒന്നിച്ചൊഴിക്കരുത്. തീനി കൂട്ടി വയ്ക്കാം. വെള്ളം പക്ഷേ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒഴിക്കാം. നല്ല റോസ്റ്റായിട്ട് വേണമെങ്കിൽ ഇത്ര വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എൻ്റെ മക്കൾക്ക് ചാറ് നന്നായിട്ട് വേണം. അപ്പോൾ അതുകൊണ്ട് എത്ര വെള്ളം ഒഴിക്കുന്നുണ്ടോ. ഇനി നമ്മളിതിലേക്ക് അല്പം പെരുംജീരകപ്പൊടി, വളരെ കുറച്ച് ഗരം മസാല, ഇനി കറിവേപ്പില, ഇനി ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക.
പൊളിയാൻ പറഞ്ഞു. ഇനി നമുക്ക് മുട്ട ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി പൊത്തിച്ച് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക. മഞ്ഞൾപ്പൊടി ഇടാം. വളരെ കുറച്ച് ഉപ്പിടാം. ഇനി ഇതിലോട്ട് നമ്മൾ തൊണ്ട് കളഞ്ഞ മുട്ട ഇടുക. ഇരിപ്പുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ആ ഗ്രേവിയോടുകൂടി മുട്ട എടുക്കുമ്പോഴുള്ളൊരു ആ ഒരു ഭംഗി ഉണ്ടല്ലോ, ആഹാ, നല്ല രസമുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറി ആയിട്ടുണ്ട്. ഇച്ചിരി ചർമ്മയുണ്ട്. നെക്സ്റ്റ് ഇച്ചിരി